തമിഴ്നാട്ടിൽ വിജയ് ഭരിക്കും എന്നുള്ള ഒരു ഏതാണ്ടൊരു നിലയിലാണ് നിൽക്കുന്നതെങ്കിലും ഭയങ്കര കൺഫ്യൂഷനാണ്. ആർക്കൊപ്പം ടി വി കെക്കൊപ്പം ADMK എന്നൊരു വിഭാഗം വരുമോ, മറ്റേതെങ്കിലും കക്ഷികളൊക്കെ വരുമോ എന്നുള്ള ഒരു തൃശങ്കൂലാണോ ശരിക്കും തമിഴ്നാട് രാഷ്ട്രീയം? അല്ല പ്രിയൻ, തൃശങ്കുവിലൊന്നും അല്ല. തമിഴ്നാട്ടിൽ വ്യക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഒറ്റക്കക്ഷി എന്നുള്ള രീതിയിൽ ഈ വിജയ് 108 സീറ്റ് നേടിയിട്ടുണ്ട്. ഇപ്പോൾ 2006 മുൻ മുഖ്യമന്ത്രിക്കായിരുന്നില്ലേ അദ്ദേഹം, ഇപ്പോൾ പരേതനായി, മറീന ബീച്ചിൽ കിടന്നുറങ്ങാൻ പേര് എം കരുണാനിധി, മുത്തുവേൽ കരുണാനിധി, കലൈഞ്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ ജയിച്ചത് 2006 ജയിച്ചത് 92 MLA-മാരുണ്ട്. എന്നിട്ട് അയാൾ മുഖ്യമന്ത്രിയായി. അപ്പോൾ അയാളെ മറ്റേ എന്താ പറയണ, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗും ഇവരൊക്കെ മതേതര കക്ഷിയാണല്ലോ. മുസ്ലിം ലീഗ്, പിന്നെ മനിതനായ മക്കൾ കക്ഷി, ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റ് ഓർഗനൈസേഷനാണ്. പക്ഷെ അവരും മതേതരനാണ്. അവരെല്ലാവരും കൂടി ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇവിടുത്തെ SDPI പോലത്തെ അവിടുത്തെ അതിലും വലിയ പോയിസണസ് ആണത്. വിഷജന്തുക്കളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാ വിഷജന്തുക്കളും കൂടി കരുണാനിധിക്ക് സപ്പോർട്ട് കൊടുത്തു. അങ്ങനെ കരുണാനിധി എഴുത്തൊന്നും വേണ്ടി വന്നില്ല. അവർ ഒരു ബ്ലോക്കായിട്ടാണ് മത്സരിച്ച് ജയിച്ചത്. പിന്നെ ഈ വിടുതലൈ ചിരുതായികൾ കക്ഷി എന്നൊക്കെ പറയുന്നുണ്ട്, തിരുമാവളവൻ എന്ന് പറയുന്നത്, പിന്നെ PMK ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ എന്താ പറയുക, ഗവൺമെൻറ് ഫോം ചെയ്തു. അപ്പോൾ കരുണാനിധി അവർക്കൊക്കെ അഷുറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ മന്ത്രിസഭയിൽ എടുക്കാം, പിന്നെ ഉണ്ടംപരി മേടിച്ചു തരാം, അതൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 വർഷം ഒരു വകയും കൊടുത്തില്ല, പറഞ്ഞു പറ്റിച്ച്. അപ്പോൾ ഈ കരുണാനിധിയുടെ പുറകെ കോൺഗ്രസ്സുകാർ പോണ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ആടിനെ അറക്കാനായിട്ട് കൊണ്ടുപോകാം അറവുശാലയിലേക്ക്. അപ്പോൾ ഈ മറ്റേ എന്താ പറയണ, അറക്കാൻ കൊണ്ടാണ് ആൾ ഒരു പ്ലാവിലേയും കാണിച്ചിട്ടാണ് വിളിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അതേ ശൈലിയിലാണ് വിളിച്ചുകൊണ്ട് ഇയാൾ കോൺഗ്രസ്സുകാർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് മടുത്ത്, DMKയുടെ കൂടെ കൂടിച്ചേർന്ന് മടുത്തു. അപ്പോൾ അവർ 5 MLA-മാരെ കണ്ടിട്ടുണ്ട്, 15 5 MLA-മാരുണ്ട് തോന്നുന്നു. 5 MLA-മാരും കൂടി ഇത്തവണ എന്താണ് പറയണ എഴുത്തു കൊടുത്തു, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 108ഉം 105ഉം 113ആയി. പിന്നെ ഉള്ളത് 5 സീറ്റേ ഉള്ളൂ. അതിപ്പോൾ CPM CPI ഒക്കെ അവർ നാളെ മറ്റന്നാളെ കൊടുക്കും. ചോദിക്കുമ്പോൾ തന്നെ എഴുതി കൊടുക്കുമല്ലോ. ഇത് മറ്റേ അവർക്ക് അവരുടെ പാർട്ടി ഓഫീസിൽ ലെറ്റർ ഹെഡൊക്കെ ഉണ്ട്. അതൊക്കെ ആരെങ്കിലും എഴുത്തും വായന അറിയാവുന്ന ആരെങ്കിലും വേണമല്ലോ സപ്പോർട്ട്, ഗവർണറോട് എഴുതി കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് സമയമെടുക്കും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഈ വേണ്ടാത്ത റൂമേഴ്സ് കണ്ടുപോകാനും വരുന്നുണ്ട്. പല പോസിബിലിറ്റീസും ഉണ്ട്. ഈ വിജയ്ക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നേരിട്ട് ADMKയോട് സപ്പോർട്ട് അഭ്യർത്ഥിച്ചാൽ മതിയായിരുന്നു അയാൾ അത് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ AIADMK ഇവർക്ക് സപ്പോർട്ട് കൊടുത്തേനെ. അവർക്കാണ് 40 MLA-മാരുണ്ട് തോന്നുന്നു ADMK. അപ്പം 40ഉം 8 148ആയി, 118 മതി ജയിക്കാൻ, മറ്റേ ഭരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഗവർണർക്ക് ആർക്കാണെങ്കിലും സംശയം വരും. അപ്പോൾ ഈ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ട്, പ്രൊവൈഡഡ് അയാൾ ആ മാജിക് ഫിഗർ ക്രോസ് ചെയ്യണം. അതായത് ഇപ്പോൾ 234 അംഗങ്ങളുള്ള നിയമസഭയിൽ അയാൾക്ക് 118 അംഗങ്ങളുണ്ടെന്ന് ഗവർണർക്ക് ഉറപ്പായാലാണ് അയാളെ മുഖ്യമന്ത്രിയായിട്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ വിളിക്കാൻ പറ്റുള്ളൂ. ഇത് സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് വിധിയിൽ വന്നിട്ടുണ്ട്. അതായത് ഈ ഫട്നാവിസും പിന്നെ മറ്റേ ശരത് പവാറിനെ, മരിച്ചുപോയ ചങ്ങാതിയില്ലേ വിമാനാപകടത്തിൽ, അജിത് പവാർ, ശരത് പവാറും ഈ ഫട്നാവിസും അജിത് പവാറും കൂടി ഒരു സഖ്യം ഉണ്ടാക്കി മന്ത്രിസഭ രൂപീകരിച്ചു ഒറ്റ ദിവസം കൊണ്ട്. പിറ്റേ ദിവസം പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ ആ നടപടിയെ ചോദ്യം ചെയ്തിട്ട് കൊടുത്ത ഹർജിയിൽ, എൻ്റെ ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിയാൻ പാടില്ല, ആ ഹർജിയിൽ സുപ്രീം കോടതിയുടെ വിധി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗവർണർക്ക് ഉറപ്പ് വേണം, അതായത് താൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്ന ആൾക്ക് ഹി ഷുഡ് ഹാവ് ദ വെർവിതൽസ് ടു എൻഷുർ ദാറ്റ് ഹി ഹാസ് ദ മാജിക് ഫിഗർ. 118. അപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ 118 MLA-മാർ അയാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കണം. ഇത് എന്താണ് ആ സമയത്ത് അദ്ദേഹം ചോദിക്കാൻ കാരണം, ഗവർണർ 118 പേരുടെ ലിസ്റ്റ് ചോദിക്കാൻ കാരണം, ഇയാളെ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ജോസഫ് വിജയനെ. ഉടനെ തന്നെ അയാൾ പോയി സത്യപ്രതിജ്ഞ ചെയ്യും. പിന്നെ അയാൾ പിറ്റേ ദിവസം തൊട്ട് കുതിരക്കച്ചവടം നടത്തും.
മറ്റ് MLA-മാരെ അയാളുടെ ഇതിനകത്തേക്ക് കൊണ്ടുപോകാൻ കാശോ ഭീഷണിയോ ഒക്കെ കൊടുത്ത് ചെയ്യും. ഒന്നാമത് ക്രിസ്ത്യാനിയാണല്ലോ, കത്തോലിക്കനുമാണല്ലോ, എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരാണല്ലോ അവർ. ശബരിമലയ്ക്ക് തീ വെച്ച കത്തോലിക്കരല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കണം, ആ പശ്ചാത്തലത്തിലും കൂടിയാണ് ഗവർണർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ 118 പേരുടെ പേര് കൊണ്ടുവരൂ, അവരുടെ ലെറ്റേഴ്സ് കൊണ്ടുവരൂ, നിങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത്. അയാൾ ഇന്നലെയും പോയി കണ്ടു, ഇന്നും പോയി കണ്ടു. അപ്പം അയാൾ ADMK ഒരു വിഭാഗം, ഏതാണ്ട് 15 MLA-മാരുടെ ഒരു ADMK വിഭാഗം പറയണ അവർ എന്താ പറയണേ, വിജയുടെ കൂടെ വിജയ് മുഖ്യമന്ത്രിയായാലും അവരെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. കാരണം ഇവർക്കൊന്നും അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റൂല. കാരണം തെരഞ്ഞെടുപ്പിൽ കണ്ടുപോകാനും പൈസ മുടക്കിയിട്ടുണ്ടാവേ, പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൈസയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യണ്ടേ. അതൊക്കെ വല്ല കോൺട്രാക്റ്റിൽ നിന്നും അത് ഇതിൽ നിന്നൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ MLA ആയിട്ട് ഇലക്ഷനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ 15 MLA-മാരോ 18 MLA-മാരൊക്കെ AIADMK-യിലുള്ളവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് വിജയുടെ കൂടെ പോകാനായിട്ട്. അതിൽ CV ഷൺമുഖം എന്ന് പറഞ്ഞൊരു സീനിയർ ADMK നേതാവും ഉണ്ട് അവരെ കൊണ്ട്. ഇപ്പോൾ അയാളിപ്പോൾ അവരെയും കൊണ്ട് റിസോർട്ടിൽ പോയി താമസിപ്പിച്ചേക്കാണ്, ആരും തട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എടപ്പാടിയുടെ കൂടെ നിന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ADMK-യിലെ MLA-മാർക്ക് തന്നെ മനസ്സിലായി. അപ്പം DMK പറയണ അവർ ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായിട്ടിരിക്കും, അവർ ഭരിക്കട്ടെ എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് കോൺഗ്രസ് എഴുത്തു കൊടുത്തോടുകൂടി DMK കോൺഗ്രസിൻ്റെ 7 അയലോക്ക് തടിപ്പിക്കില്ലായിരുന്നു. അവർ എന്താണ് പറയുക, ഇന്നലെയൊക്കെ ചീത്ത പറയണ്ടായിരുന്നു ചാനലിൽ, ബാക്ക് സ്റ്റാബേഴ്സാണ്, പിന്നിൽ നിന്ന് കുത്തി, ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, മഹാകള്ളന്മാരാണ് കോൺഗ്രസ്സുകാർ, അടുപ്പിക്കാൻ കൂടുതൽ വൃത്തികെട്ടവരാണെന്നൊക്കെ പറയണ്ടായിരുന്നു DMK-കാർ വന്നിട്ട്. അതെന്തോ. അപ്പോൾ അവിടെ രാഷ്ട്രീയമായിട്ട് ഒരു വലിയ ഒരു പ്രതിസന്ധിയോ ഒന്നുമില്ല. കേരളത്തിലുള്ള പ്രതിസന്ധി പോലും ഇല്ല അവിടെ. കേരളത്തിലിപ്പോൾ 3 രാജാക്കന്മാരാണല്ലോ മറ്റേ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുഖ്യമന്ത്രിയാവാൻ നടക്കണം. അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുണ്ട്, മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഉണ്ട്, ഒരാളേ ഉള്ളൂ, അത് വിജയാണ്, ജോസഫ് വിജയാണ്. കാര്യം ക്രിസ്ത്യാനിയാണെങ്കിൽ അയാൾക്ക് സപ്പോർട്ട് ഉണ്ട്, അയാൾ ആവുകയും ചെയ്യും. അപ്പം CPI ഇന്നും നാളെയായിട്ട് അവരുടെ മീറ്റിംഗ് കൂടുകയാണ്. VCKയും കൂടി കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനായി. പിന്നെ അത് കഴിഞ്ഞ് AIADMK-യും സപ്പോർട്ട് ചെയ്യും. ADMK സപ്പോർട്ട് ചെയ്യുമ്പോൾ VCKയ്ക്ക് കുഴപ്പമില്ല, കോൺഗ്രസിനും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ BJP ആണല്ലോ വർഗീയ കക്ഷി. BJPക്ക് ഒരാളേ ഉള്ളൂ, അയാൾ പോവില്ല അവരുടെ കൂടെ, അയാൾ മാറി നിൽക്കും. അപ്പോൾ ഈ ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണിത്. എത്ര നാൾ പോകുന്നുള്ളത് അയാൾ അത് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ആർക്കൊക്കെ മന്ത്രിപദം കൊടുക്കും, കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം ആർക്ക് കൊടുക്കും, ഇതൊക്കെ നോക്കിയിരിക്കും. അതല്ലാണ്ട് ഇവർക്കൊരു ഐഡിയോളജിയും അതൊന്നുമില്ല. ഈ മിനിമം പരിപാടി പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും വട്ടച്ചെലവിനുള്ള കാശ് കിട്ടും. മനസ്സിലായല്ലേ? ഏതെങ്കിലും ഒരാൾക്ക് ഹരിജന മർദ്ദന വകുപ്പ്, പിന്നെ മറ്റൊരാൾക്ക് ക്ഷേത്രം കൊള്ളടിക്കാനുള്ള വകുപ്പ്, ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓൾ വിൽ ബി ഹാപ്പി. ഏറ്റവും കൂടുതൽ ആൾക്കാർ മറ്റേ ക്ഷേത്രം കൊള്ളടിക്കാനായിട്ടുള്ള ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട് അങ്ങനത്തെ നിയമം ഉണ്ടല്ലോ, അവിടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അത് ഭരിക്കാനാണ് ആരും ചോദ്യം. ഇഷ്ടംപോലെ കൊള്ളയടിക്കാം. ഈ ദ്രാവിഡ കഴകം എന്ന് അധികാരത്തിൽ വന്ന് അന്ന് തൊട്ട് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ തുടങ്ങി. സാർ, പക്ഷേ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് DMK ADMK തമ്മിൽ ഒന്നിക്കാം എന്നൊരു ധാരണ, ADMK-യും DMK-യും തമ്മിൽ ഒന്നിക്കാം എന്നൊരു ധാരണ വന്നു. പക്ഷേ സ്റ്റാലിൻ നിശ്ചയിച്ചു അത് നടക്കൂല. അത് കാരണം വിജയ് ഭരിക്കട്ടെ. പിന്നെ അങ്ങനെയാണ് നാളെ CPM-ഉം കോൺഗ്രസും കൂടി കേരളത്തിൽ ഒരുമിച്ച്. അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാലിൻ പറഞ്ഞത് വിജയ് ഭരിക്കട്ടെ, ഞങ്ങൾ നല്ല പ്രതിപക്ഷമായിട്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇനി പക്ഷേ എങ്കിൽ ADMK ഒരു വിഭാഗം അങ്ങോട്ട് പോകാൻ തയ്യാറാണ്, സാർ ഈ പറഞ്ഞ പോലെ അധികാരത്തിന് വേണ്ടിയിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ കക്ഷികളുമായിട്ട് വിജയ്ക്ക് ഒരു കോയിലീഷൻ സഭ ഉണ്ടാക്കണം, തൂക്ക് സഭ ഉണ്ടാക്കേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ ഒരു തൂക്ക് സഭ വന്നാലും അത് എത്ര നാൾ എന്നൊരു ചോദ്യമുണ്ട്. ADMK ഉണ്ടെങ്കിൽ ശരി, അതിനൊരു സ്ഥിരത ഉണ്ടാവും എന്ന് പറയാം, അധികാരം പങ്കുവെച്ചാൽ മാത്രം. ഈ ചെറു കക്ഷികളെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത് സ്ഥിരതയോടുകൂടി നിൽക്കുമോ? ഈ ഇന്ത്യ സഖ്യമൊക്കെ പോലല്ലേ, വീഴൂലേ? അല്ല, അതിനകത്ത് മേജർ ഇൻട്രസ്റ്റ് ഉള്ള ആരും ഇല്ലല്ലോ. ഈ ചെറിയ കക്ഷികളുണ്ടല്ലോ, അതിലിപ്പോൾ എന്താ പറയുന്ന, ഈ മുഖ്യമന്ത്രി ആവാൻ താല്പര്യമുള്ളവരാരും ഈ ചെറിയ കക്ഷികളിലില്ല. അവർക്കറിയാം ഈ ഇങ്ങനെ കിട്ടുന്ന വകുപ്പ് കൊണ്ടാണ്. നമ്മുടെ കടന്നപ്പള്ളി രാമേന്ദ്രനെ പോലെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ, ശശീന്ദ്രനെ പോലെയുള്ള ആൾക്കാരുണ്ട്, അതാണ് അവിടുത്തെ ഈർക്കിൽ പാർട്ടികൾ. അവർക്ക് എന്തെങ്കിലും ഉച്ചിഷ്ടം കിട്ടിയാൽ മതി, ദേ വിൽ ബി ടു ഹാപ്പി. അവർ വിട്ടുപോകില്ല, കിട്ടണ ചാൻസ് അവർ വിട്ടുപോകില്ല. കാരണം ഏറ്റവും ചുരുങ്ങിയ ഒരു മാസം 100 കോടി രൂപ അവരുണ്ടാക്കും കൈക്കൂലി വഴി.
അത് മുഖ്യമന്ത്രി അതിനൊക്കെ വകവെച്ച് കൊടുക്കുക, അത് എടുത്തുകൊണ്ട് പോട്ടെ എന്ന് വിചാരിക്കും. കാരണം എന്തെങ്കിലും കൊടുക്കണമല്ലോ, അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ പറയുക, ശാപം കിട്ടൂലേ. അത് കാരണം അയാൾക്ക് അതിൻ്റെ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി പൈസ അയക്ക് വേറെ ഉണ്ടാക്കാം മറ്റ് കോൺട്രാക്റ്റുകളിലൂടെ. അപ്പോൾ അവരിപ്പോൾ തിരുമാവളവന് എത്ര നാളായി, പാവം ഒരു ദളിതനാണ്, എത്ര നാളായെന്നൊരു ഒരു മന്ത്രിയാവാൻ നടക്കുന്നു. കഴിഞ്ഞ തവണ അയാളെ പറ്റിച്ച് 96 അയാളെ പറ്റിച്ച് മന്ത്രിയാക്കാം എന്ന് പറഞ്ഞ് 96 തൊട്ട് 2011 വരെ അയാൾ ഒരു വകയാക്കിയില്ല. പിന്നെ പിന്നത്തെ 2011 തൊട്ട് 2016 വരെ അവരുടെ പാർട്ടിയേ ഉണ്ടായിരുന്നില്ല നിയമസഭയിൽ. ഇപ്പോഴാണ് അവരുടെ പാർട്ടിക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടിയത്. അപ്പോൾ ഒരു മന്ത്രിസ്ഥാനം കിട്ടി, ഹി വിൽ ബി ടു ഹാപ്പി. അയാളെങ്ങും പോവില്ല, വിട്ടു പോയില്ല, അവർ പിടിച്ചു നിൽക്കും. ഒരു കണക്കിന് നോക്കി അതാണ് നല്ലത്. ഇപ്പോൾ ഈ കേരളത്തിലെ പോലെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പറയില്ലേ, എനിക്ക് ആഭ്യന്തര വകുപ്പ് വേണം, എനിക്ക് റവന്യൂ വകുപ്പ് വേണം, എനിക്ക് ഇൻഡസ്ട്രീസ് വകുപ്പ് വേണം, അല്ല എനിക്ക് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് വേണം, ഞങ്ങളുടെ പാർട്ടിക്ക് 8 മന്ത്രിമാർ വേണം, ഇങ്ങനെയൊന്നും അവർ പറയില്ലല്ലോ. അതും ഒരു ഗുണമാണ്. ഈ 2 MLA അവർക്ക് ദേ വിൽ ബി ടു ഹാപ്പി. CPM ഇപ്പോൾ ഒരു മന്ത്രിയെ കിട്ടിയാൽ മതി, CPM ഭരണത്തിലായി. മനസ്സിലായില്ല. അപ്പം പിന്നെ ഇപ്പോൾ വിജയ് ഒഴിച്ച് ബാക്കി ആർക്കും ദേശീയ തലത്തിലോട്ടൊന്നും പോകാൻ താല്പര്യമില്ല. അവർക്കറിയാം അവരുടെ ഈ പറഞ്ഞ പോലെ 8 വട്ടത്തിൽ കിടന്ന് ചുറ്റി കളിക്കാനേ അവർക്ക് പറ്റുള്ളൂ എന്ന്. സോ അവർ ഈ പറഞ്ഞ പോലെ പാർട്ടികൾ ഏതൊക്കെയാണ്, മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗിന് അറിയാം അവർ തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള കാശ് കിട്ടും, കഴിഞ്ഞുകൂടാനുള്ള വകുപ്പ് ഉണ്ടാക്കാമെന്ന്. അതുപോലെ VCK, ദെൻ CPI മറ്റേ തമിഴ്നാട്ടിൽ ആദ്യമായിട്ടും ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോണ ഒരു രാജയുണ്ട് അവരുടെ സെക്രട്ടറി. എൻ്റെ പൊന്നെ, നാളെ എന്നാൽ കണ്ടിട്ടില്ല, ഇത് ഇവിടെ കയറ്റി പാൻസ് ഇട്ടുകൊണ്ട് നടക്കുന്ന ചങ്ങാതിയെ കണ്ടിട്ടില്ല. അയാളൊക്കെയാണ് പാവം. ഏതായാലും വിജയുടെ സർക്കാർ വരുമെന്ന് ഉറപ്പാണ്. വിജയുടെ സർക്കാർ ഒരു 5 വർഷത്തെ ഭരിക്കുകയും ചെയ്യും. പിന്നെ ഏതെങ്കിലും പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെ കൾച്ചറല്ലേ, ഏതെങ്കിലും പറഞ്ഞ എവിടെയെങ്കിലും MLA ആരെങ്കിലും തല്ലിക്കൊന്ന് ഉപതെരഞ്ഞെടുപ്പ് വെച്ച് കഴിഞ്ഞാൽ അവിടെയും അയാൾ ജയിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് അവിടെയൊക്കെ നടക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ.